കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട്. പദ്ധതിയിൽ ജനങ്ങളുടെ അഭിപ്രായം തേടാൻ ഫെബ്രുവരി 15 മുതൽ ഓരോ കേന്ദ്രങ്ങളിലും യോഗം ചേരും. ഇതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഓഫീസ് തുറക്കും. മുൻപ് ഇ ശ്രീധരനെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയവരാണ് ഇപ്പോൾ ശ്രീധരനെതിരെ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് RRTS പദ്ധതി പ്രഖ്യാപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതിവേഗ പദ്ധതിക്ക് പ്രതിപക്ഷം എതിരല്ലെന്നും സാധാരണക്കാരെ ബാധിക്കുമെങ്കിൽ പദ്ധതി അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല. വരണം, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ. പോണ പോക്കിലാണ് ഇത് പറഞ്ഞത്. 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോണ പോക്കിലാണ് ഇത് പറയുന്നത്. അത് എന്തു പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ. ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ് കുമാർ, ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ ഒരു വശത്ത്, സംസ്ഥാന സർക്കാരിന്റെ RRTS മറുവശത്ത്. ഈ നിലയിൽ ഇപ്പോൾ സമാന്തര പാളങ്ങളെപ്പോലെ പോവുകയാണല്ലോ സംസ്ഥാനത്തെ ഈ അതിവേഗ റെയിൽ വികസനം. വിനേഷ് കുമാർ. ദിലീപ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാനമായും ചർച്ച നടക്കുന്നത് ഈ ഒരു അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് യാഥാർത്ഥ്യമാവുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ മെട്രോമാൻ ഇപ്പോൾ അതിൻ്റെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു അതിവേഗ പാത എന്നുള്ളൊരു കൺസെപ്റ്റ് അത് കേന്ദ്രത്തിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറാക്കിക്കൊണ്ട് എന്തെങ്കിലും ഉത്തരവ് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചോദിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രി പി രാജീവ് ഇന്നലെ പരസ്യമായി തന്നെ അത് തുറന്നടിച്ചു. അത്തരത്തിൽ എന്തെങ്കിലും ഉത്തരവുണ്ടോ അത് കാണിക്കാൻ എന്നാണ് പറയുന്നത്. എന്നാൽ മെട്രോമാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പൊന്നാനിയിൽ മലപ്പുറത്ത് ഓഫീസ് തുറന്നിരിക്കുന്നു. ഫെബ്രുവരി 15 മുതൽ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിനുള്ള സാധ്യതകൾ അദ്ദേഹം ആരായുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു അനുമതി ഇതിൽ ലഭിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പം നാളെ നമുക്ക് കേന്ദ്ര ബജറ്റ് വരാനിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പരാമർശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് അതിലുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. BJPക്ക് ഇത്തരത്തിലൊരു നീക്കം കേരളത്തിൽ നടത്തേണ്ടത് ആവശ്യമാണ്. ഈ ശ്രീധരനെ പോലെ അത്രത്തോളം ഒരു ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള ഒരു പൊതുപ്രവർത്തകനല്ലെങ്കിൽ പോലും, ഒരു ടെക്നോക്രാറ്റ് ആണെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള ആൾ എന്ന നിലയിൽ അദ്ദേഹത്തെ മുൻനിർത്തി ഒരു നീക്കത്തിൻ്റെ ഭാഗമാകാം. എന്തായാലും കേരള സർക്കാർ, നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഇത്തരത്തിലൊരു അതിവേഗ പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു അതിവേഗ പാത വേണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന RRTS എന്നുള്ളത് സാധ്യമാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളില്ല എന്ന് സർക്കാർ കേന്ദ്രങ്ങൾ പറയുമ്പോഴും അതിൽ തടസ്സങ്ങളുണ്ട്. അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ശ്രീധരൻ മറുപടി പറയുന്നത്. ശ്രീധരനെതിരെ ഇന്നലെ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് മെട്രോമാനെ വിശ്വസിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും സതീശൻ ചോദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നമ്മുടെ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുണ്ടാവും. ഇത് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇതുമായി മുന്നോട്ട് പോയാൽ കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചന പ്രതിപക്ഷം നൽകുന്നുമുണ്ട്. ദിലീപ്, സംസ്ഥാനത്തെ അതിവേഗ റെയിൽ പദ്ധതിയെ ചൊല്ലി വിവാദം കത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതി, അതിൽ തന്നെ റെയിൽ മന്ത്രാലയവുമായി ചേർന്നുള്ള അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെ RRTSുമായി സംസ്ഥാന സർക്കാരും അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതേ ചൊല്ലിയുള്ള വിവാദം ശക്തമാവുകയാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.